പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വയർലെസ് ഫയർ ക്രാക്കറാണ്. അതായത് കൊച്ചു കുട്ടികൾക്ക് പോലും ധൈര്യമായിട്ട് പടക്കം പൊട്ടിക്കാൻ പറ്റുന്ന ഒരു സർക്യൂട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ട കമ്പോണൻസ് ആണ് ഒരു വയർലെസ് റിമോട്ട് വേണം, പിന്നെ ഒരു RF റിസീവർ വേണം. ഈ രണ്ട് കമ്പോണൻസും നമുക്ക് കുട്ടികളുടെ വയർലെസ് കളിപ്പാട്ടങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇത് മാർക്കറ്റിൽ വാങ്ങാനും ലഭിക്കും. അടുത്ത കമ്പോണൻസ് എന്ന് പറയുന്നത് ഈ സർക്യൂട്ടാണ്. ഇത് നമ്മൾ മോസ്കിറ്റോ ബാറ്റിൽ ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ്. ഹൈ വോൾട്ടേജ് ആർക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ് ഈ കാണുന്നത്. ഇനി ഈ സർക്യൂട്ടിനെല്ലാം ആവശ്യമായ പവർ സപ്ലൈ കൊടുക്കാനുള്ള ബാറ്ററി, ഇത് റീചാർജബിൾ ആണ്. പിന്നെ ഒരു റിലേ വേണം, 5 വോൾട്ടിൻ്റെ റിലേ ആണ് വേണ്ടത്. പിന്നെ ഒരു AC സോക്കറ്റ്, അതായത് ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി സർക്യൂട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഈ കമ്പോണൻസ് എല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ്, ഞാനൊരു D-Linkൻ്റെ ഒരു പഴയ മോഡത്തിൻ്റെ കവറാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇടിവെട്ടി കത്തിപ്പോയതാണ്. അപ്പോൾ ഈ ഒരു ബോക്സിലാണ് ഞാൻ ഈ കംപ്ലീറ്റ് സർക്യൂട്ടിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് പോകാം. ആദ്യം നമുക്ക് കമ്പോണൻസുകളെ ഒന്ന് പരിചയപ്പെടാം. ഈ കാണുന്നതാണ് വയർലെസ് റിമോട്ടാണ്. ഇത് ട്രാൻസ്മിറ്ററാണ്. കുട്ടികളുടെ ടോയ് കാറിൽ ഉപയോഗിച്ചിരുന്ന ഒരു വയർലെസ് ട്രാൻസ്മിറ്ററാണ് ഈ റിമോട്ട്. അപ്പോൾ ഈ റിമോട്ടിൽ നിന്ന് നമുക്ക് ഫോർവേഡ്, ലെഫ്റ്റ്, റൈറ്റ്, ബാക്ക്വേഡ് ഇങ്ങനെ 4 കൺട്രോൾ ഔട്ട്പുട്ടുകളാണ് വരുന്നത് ഓരോ സ്വിച്ചിലും. അപ്പോൾ അതിലേതെങ്കിലും ഒരു സ്വിച്ചിൻ്റെ ആക്ഷൻ മാത്രമാണ് നമ്മൾ ഔട്ട്പുട്ടിൽ എടുക്കുക. ഇനി അടുത്ത കമ്പോണൻസ് എന്ന് പറയുന്നത് ഇത് RF റിസീവറാണ്. ഇതാണ് നമുക്ക് ആവശ്യമായ സിഗ്നൽ റിസീവ് ചെയ്തിട്ട് കൺട്രോൾ ഇൻപുട്ടായിട്ട് റിലേ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഫോർവേഡ്, ബാക്ക്വേഡ്, റിവേഴ്സ്, റൈറ്റ്, ലെഫ്റ്റ് അങ്ങനെ 4 കൺട്രോൾ ഔട്ട്പുട്ടുകൾ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരു കൺട്രോൾ ഔട്ട്പുട്ട് മാത്രം എടുത്തിട്ടാണ് നമ്മൾ റിലേ കൊടുക്കുക. ഇനി അടുത്ത കമ്പോണൻസ് ആണ് ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ഇതാണ് മോസ്കിറ്റോ ബാറ്റിലൊക്കെ ഉപയോഗിക്കുന്ന ഹൈ വോൾട്ടേജ് ആർക്ക് ജനറേറ്റിംഗ് സർക്യൂട്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ വോൾട്ടേജ് ആർക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ സർക്യൂട്ട് കൊടുത്തിട്ടുണ്ടാവുക. ഇത് ഏകദേശം 120 രൂപ മാത്രമേ വിലയുള്ളൂ, മാർക്കറ്റിൽ ലഭിക്കുന്നതാണ്. ഇതിൽ നമ്മളൊരു 4 വോൾട്ടിൻ്റെ ബാറ്ററി കണക്ട് ചെയ്യുകയും ആ 4 വോൾട്ട് ബാറ്ററി വെച്ചിട്ടാണ് ഇതിൻ്റെ ഹൈ വോൾട്ടേജ് ആർക്ക് ജനറേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തൊരു സ്റ്റെപ്പ് ട്രാൻസ്ഫോമറൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റെപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് ഔട്ട്പുട്ടിൽ ഹൈ വോൾട്ടേജ് ആർക്ക് ജനറേറ്റ് ചെയ്ത് നമുക്ക് കിട്ടും. കൂടാതെ ഇതിൻ്റെ അകത്ത് എവിടെയൊക്കെയാണ് ബാറ്ററി കണക്ട് ചെയ്യേണ്ടതെന്നും AC കണക്ട് ചെയ്യേണ്ടതെന്നും വ്യക്തമായി മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്കിംഗ് നോക്കി കൃത്യമായിട്ട് നമ്മളൊന്ന് സോൾവ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇനി ഈ സർക്യൂട്ടുകൾക്കെല്ലാം ആവശ്യമായ വോൾട്ടേജ് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ബാറ്ററി. 4 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്, റീചാർജബിൾ ആണ്, 1Ah ആണ്. ഈ ബാറ്ററി റീചാർജ് ചെയ്യുന്നത് ഈ മോസ്കിറ്റോ സർക്യൂട്ട് വഴിയാണ്. ഇനി മോസ്കിറ്റോ സർക്യൂട്ട്സിൻ്റെ സ്വിച്ചിന് പകരം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിലേയും പിന്നെ AC കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു AC സോക്കറ്റ് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് വർക്ക് റിലേയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. റിലേയുടെ 2 കൺട്രോൾ ടെർമിനലുകളുണ്ട്. അതിൽ ഒരു ടെർമിനലിൽ നമ്മൾ സപ്ലൈ കൊടുക്കുകയും മറ്റേ ടെർമിനലിൽ ഒരു ട്രാൻസിസ്റ്റർ വഴി കൺട്രോൾ സിഗ്നലായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ബേസിൽ ഒരു 1 kΩ റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ ടെർമിനലിൽ റിലേയുടെ ഒരു കൺട്രോൾ പിന്നിൽ കണക്ട് ചെയ്യണം. മറുവശത്ത് കൺട്രോളിൻ്റെ പോസിറ്റീവ് സപ്ലൈയും കൊടുത്തിട്ടുണ്ടാവണം. അപ്പോൾ ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഈ പോയിന്റിൽ വരുന്നത് ഗ്രൗണ്ട് കണക്ഷനാണ് വരേണ്ടത്. അത് ട്രാൻസിസ്റ്റർ വഴി കയറിയാണ് വരേണ്ടത്. അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ ഞാൻ ഈ കൺട്രോൾ ടെർമിനലിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ടെർമിനലായിട്ട് പോസിറ്റീവ് സപ്ലൈയും കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. ഈ 5 വോൾട്ട് സപ്ലൈ ഈ ഒരു കൺട്രോൾ ടെർമിനലിൽ കൊടുത്തു. അപ്പോൾ റിലേ ഈ 2 ടെർമിനലിൽ കൊടുക്കുമ്പോഴാണ് റിലേ ഓൺ ആകുന്നത്. അപ്പോൾ ഒരു ടെർമിനലിൽ നേരിട്ട് 5 വോൾട്ട് സപ്ലൈയും മറ്റേ ടെർമിനലിൽ ട്രാൻസിസ്റ്റർ വഴിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ വിശദമാക്കിയാൽ 5 വോൾട്ട് സപ്ലൈ ഒരു ടെർമിനൽ ഡയറക്റ്റും കൊടുത്തു, അടുത്തത് ട്രാൻസിസ്റ്റർ വഴി കയറി വരും. ഇനി ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ ഒരു റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ആ റെസിസ്റ്ററിൽ നമ്മൾ കൺട്രോൾ സിഗ്നൽ വരുമ്പോൾ ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവുകയും നെഗറ്റീവ് പൾസ് അടുത്ത കൺട്രോൾ ടെർമിനലിനെ കിട്ടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഈ റിലേ ഓൺ ആകുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സംശയമുള്ളവർ അതും കൂടി ഒന്ന് നോക്കുക. അടുത്ത നമ്മൾ RF റിസീവർ മൊഡ്യൂൾ എടുക്കുക. ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 2 കണക്ഷനാണ്. അതിലൊന്നെന്ന് പറഞ്ഞ സപ്ലൈ കണക്ഷനാണ്. അതായത് B പോസിറ്റീവും V മൈനസ് എന്ന് എഴുതിയിരിക്കുന്ന 2 മാർക്ക് ചെയ്തിരിക്കുന്ന ആ പാർട്ടിലാണ് നമ്മൾ പോസിറ്റീവും നെഗറ്റീവും കൊടുക്കുക. അത് ഈ കൺട്രോൾ സർക്യൂട്ടിന് ആവശ്യമായ സപ്ലൈ ആണ്. പിന്നെ എടുക്കുന്ന കൺട്രോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലെഫ്റ്റ്, ഫോർവേഡ്, ബാക്ക്വേഡ് അതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ്. ഞാനിവിടെ റൈറ്റ് ആണ് എടുക്കാൻ പോകുന്നത്. അതിനുശേഷം കാണിക്കാം. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഈ വൈറ്റ് വയർ കൊടുത്തിരിക്കുന്നത് ഞാൻ സപ്ലൈ ആണ്. ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ 5 വോൾട്ട് സപ്ലൈ, അത് നമ്മൾ 4 വോൾട്ടിൻ്റെ ബാറ്ററിയിൽ നിന്ന് എടുത്താണ് കൊടുക്കുന്നത്. ഇനി ഈ റെഡ് വയർ എൻ്റെ ഔട്ട്പുട്ടാണ്. ആ ഔട്ട്പുട്ട് എടുത്ത് ഞാൻ നേരെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്ററെ കണക്ട് ചെയ്യും. അപ്പോൾ ഈ സിഗ്നലാണ് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലെ കൺട്രോൾ സിഗ്നലായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഇനി നമ്മൾ വയർലെസ് റിമോട്ട് എടുത്ത് റൈറ്റിലേക്ക് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ റിസീവറിൽ ഒരു സിഗ്നൽ ലഭിക്കുകയും റിലേ ഓൺ ആവുകയും ചെയ്യും. ഇനി നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ടിൻ്റെയും ടെർമിനലുകൾ കൂടി ഒന്ന് സോൾവ് ചെയ്തെടുക്കാം ഈ റിലേയിൽ തന്നെ. അതായത് നോർമലി ഓപ്പൺ ടെർമിനലിൽ വേണം നമുക്ക് ഔട്ട്പുട്ട് കണക്ട് ചെയ്തെടുക്കാൻ. എങ്കിൽ മാത്രമേ നമ്മുടെ സർക്യൂട്ട് ഓൺ ആകുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ നോർമലി ഓപ്പൺ ടെർമിനലിൽ തന്നെ നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് റിലേ വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ 5 വോൾട്ട് സപ്ലൈ കണക്ട് ചെയ്യാനുള്ള കണക്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ബോർഡിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് കൊടുക്കാം. പോസിറ്റീവും നെഗറ്റീവും കറക്റ്റായിട്ട് ഈ ബോർഡിൽ നിന്ന് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് നിങ്ങൾ കൊടുത്താൽ മതി.
ഇവിടുന്ന് തന്നെ ഒന്ന് സോൾഡർ ചെയ്ത് ഇതും കൂടെ ഒന്ന് കൊടുത്തേക്കാം. ഇപ്പോൾ ഈ റിലേക്കുള്ള സപ്ലൈയും ബോർഡിനുള്ള സപ്ലൈയും ഒറ്റ ലൈനിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററി എന്നിത്തേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ ഈ റിലേക്കുള്ള വോൾട്ടേജും ആവും, ബോർഡിനുള്ള വോൾട്ടേജും ആവും. ഇനി എപ്പോഴും നമ്മൾ റിലേ കണക്ട് ചെയ്യുമ്പോൾ അതിന് ഒരു പ്രൊട്ടക്റ്റീവ് ഡയോഡ് ഇട്ട് കൊടുക്കാറുണ്ട്. അതായത് കൺട്രോൾ ടെർമിനലിൽ അക്രോസ് ആയിട്ട് ഒരു ഡയോഡ് ഇട്ട് കൊടുക്കാറുണ്ട്. അത് നമ്മളിവിടെ ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുക. അതായത് റിലേയുടെ കൺട്രോൾ ടെർമിനലിൽ കൊടുത്തിരിക്കുന്ന പോസിറ്റീവിൻ്റെ ഭാഗത്തായിട്ട് കാഥോഡും നെഗറ്റീവ് വരുന്നിടത്ത്, അതായത് ട്രാൻസിസ്റ്റർ വരുന്ന ഭാഗത്തായിട്ട് ആനോഡും വരത്തക്ക രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യുക. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഹൈ ആർക്ക് ജനറേറ്റ് ചെയ്യുന്ന മോസ്കിറ്റോ PCB ബോർഡ്. ഈ ബോർഡിലുള്ള കണക്ഷൻസാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഈ 2 ടെർമിനലായിട്ട് നമ്മൾ AC കൊടുക്കണം. AC കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ 4 വോൾട്ടിൻ്റെ ബാറ്ററി നമുക്ക് ചാർജ് ചെയ്ത് എടുക്കാൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ 4 വോൾട്ട് ബാറ്ററി എന്ന് പറഞ്ഞ് റീചാർജ് ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും അത് റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു AC സപ്ലൈ കൊടുത്തിട്ടാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിതെല്ലാം സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ എൻഡിലായിട്ട് നമുക്ക് അതിൻ്റെ സോക്കറ്റും കൂടെ കൊടുക്കണം. ACയുടെ സോക്കറ്റും കൂടെ ഒന്ന് നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ അത് ഞാൻ സോൾഡർ ചെയ്ത് എടുത്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഹൈ വോൾട്ടേജ് ആർക്ക് ജനറേറ്റ് ചെയ്യുന്ന ആ 2 ടെർമിനലുകൾ ഇവിടുന്നാണ് എടുക്കേണ്ടത്. ഈ കപ്പാസിറ്ററിന് അക്രോസ് ആണ് ആ 2 ടെർമിനലുകൾ വരുന്നത്. ആ 2 ടെർമിനലുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്പാർക്ക് ജനറേറ്റ് ചെയ്ത് തീ കത്തിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ളൊരു കണക്ഷൻ നമുക്കൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു വയർ എടുത്തിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിടുകയാണ്. നമ്മൾ സ്പാർക്ക് ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു 2 പോയിൻറ്റിനെ നീളം കൂട്ടി വയറിൽ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്ക് പടക്കമൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് ഈ ബോർഡിന് അടുത്ത് തന്നെയുള്ള കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ബോർഡൊക്കെ ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ വയർ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നെ നിങ്ങൾ ഇടണം. ഇനി ഇതിന് 2 അക്രോസ് ആണ് നമുക്ക് സ്പാർക്ക് വരിക. അപ്പോൾ അത് മാക്സിമം ക്ലോസ്ഡ് ആയിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അക്രോസ് ആയിട്ടൊരു സ്പാർക്ക് ജനറേറ്റ് ചെയ്യും. ഈ പുഷ് ബട്ടൺ സ്വിച്ചിൽ പ്രസ് ചെയ്യുന്നതനുസരിച്ചാണ് ആർക്ക് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പുഷ് ബട്ടൺ സ്വിച്ച് എടുത്ത് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ റിലേ കണക്ട് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. ഈ സ്വിച്ച് എടുത്ത് കളഞ്ഞില്ലെങ്കിലും അതിൻ്റെ 2 ടെർമിനലുകളായിട്ട് ഈ റിലേയുടെ കണക്ഷൻ കൊടുത്താൽ മതിയാവും. അപ്പോൾ അത് ഞാൻ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ പുഷ് ബട്ടൺ സ്വിച്ചിൻ്റെ വർക്കിംഗ് നമ്മൾ ഈ റിലേ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെയാണ് നമുക്കിതിൻ്റെ അകത്ത് ആർക്ക് ജനറേഷൻ സാധ്യമാകുന്നു. ഇനി ഈ സ്വിച്ചിൽ കണക്ട് ചെയ്തിരിക്കുന്നത് നോക്ക്, ഈ റിലേയിൽ നിന്ന് വരുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട്, അതായത് റിലേയിൽ കൺട്രോൾ ചെയ്ത് വരുന്ന ഇൻപുട്ട് ഔട്ട്പുട്ടുകൾ തമ്മിൽ ഈ സ്വിച്ചിൻ്റെ അക്രോസ് കണക്ട് ചെയ്താൽ മതിയാവും. അതായത് റിലേയിലെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ടല്ലോ, അപ്പോൾ ഒരു ടെർമിനൽ മാത്രമാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക, നോർമലി ക്ലോസ്ഡ്. അത് നേരെ ഇതിൽ കണക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇനി ആ കണക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ അകത്തുനിന്ന് നേരെ ബാറ്ററിയുടെ കണക്ഷൻ ചെയ്യുന്ന ആ ട്രാക്കിൽ തന്നെ ഈ ബോർഡിലേക്കും റിലേക്കുമുള്ള സപ്ലൈ ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. പോസിറ്റീവും നെഗറ്റീവും നിങ്ങൾ മാറാതെ അത് കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ബാറ്ററി ഏറ്റവും അവസാനമാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. കാരണം ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും അറിയാതെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആർക്ക് ജനറേറ്റ് ചെയ്യുകയും നമുക്കത് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഏറ്റവും അവസാനമാണ് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുക. അപ്പോൾ അതുവഴി ബാക്കി എല്ലാ കണക്ഷൻസും നമ്മൾ ഇതുപോലെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഫിഗർ വെച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം എങ്ങനെയാണ് എന്നുള്ളൊരു കൺക്ലൂഷൻ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ആദ്യം ഇവിടെ നോക്കി, ഇത് നമ്മുടെ കാർ റിമോട്ട് കൺട്രോളാണ്. ഇത് ഈ സാധനം, ഇതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സിഗ്നൽ ജനറേറ്റ് ചെയ്യും. അത് ഈ റിസീവറെ വരും. ഈ കാണുന്നതാണ് നമ്മുടെ റിസീവർ. ഈ റിസീവറെ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഈ റിസീവറിൽ നമുക്ക് റിസീവ് സിഗ്നൽ കിട്ടും. ആ കിട്ടുന്ന സിഗ്നലിനെ നേരെ റിലേയിലേക്കാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ റിലേയിൽ ട്രാൻസിസ്റ്റർ ഒന്ന് ട്രിഗർ ആകുകയും ആ റിലേ ഓൺ ആകുകയും ചെയ്യും. അപ്പോൾ ആ റിലേയിൽ ഓൺ ആയി കഴിയുമ്പോഴത്തേക്ക് ഈ സ്വിച്ചിൻ്റെ കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ റിലേ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സ്വിച്ച് ഓൺ ആവുകയും ഹൈ വോൾട്ടേജ് ആർക്ക് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് സിമ്പിളി ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മെയിൻ ബാറ്ററി കണക്ട് ചെയ്യാം. ഈ ബാറ്ററിയുടെ പോയിൻറ്റുകൾ പോസിറ്റീവും നെഗറ്റീവും കൃത്യമായിട്ട് ആ ബോർഡിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ കൃത്യമായിട്ടൊന്ന് സോൾഡർ ചെയ്യുക. ഇത് സോൾഡർ ചെയ്തതിന് ശേഷം നിങ്ങൾ എവിടെയും കെയർഫുള്ളായിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. കാരണം നമുക്ക് എവിടെയെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആർക്ക് ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് വേണം എല്ലാം ചെയ്യാൻ. ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും മാർക്ക് ചെയ്തെടുത്ത് തന്നെ ഞാൻ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ചെക്കിങ് നമുക്കിവിടെ ചെയ്യാം. ഇടയ്ക്കൊന്ന് ഓൺ ആയിരുന്നപ്പോൾ അത് ചാർജ് ആയിരുന്നതാണ്, ആ ഒരു ഡിസ്ചാർജിങ് ആണ് നിങ്ങൾ കണ്ടത്. ഇനി ഇതിൻ്റെ എൻഡിൽ ഞാൻ ഇതുപോലെ ഒരു ചെറിയ കമ്പി കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഉണ്ടോ. അപ്പോൾ ഈ കണക്ട് ചെയ്തിരിക്കുന്ന ഏറ്റവും എൻഡിൽ വന്നിരിക്കുന്ന ആ നീഡിൽ അല്ലെങ്കിൽ 2 കമ്പികൾ കണക്ട് ചെയ്തിരിക്കുന്ന മാക്സിമം ക്ലോസ് ആയിട്ട് നിങ്ങൾ വെക്കുക. ഓക്കെ, മാക്സിമം ക്ലോസ് ആയിട്ട് വെച്ചാൽ നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് അത് മാക്സിമം സ്പാർക്ക് അതിൻ്റെ ക്രോസ് ആയിട്ട് ജനറേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇനി ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ആ 2 ടെർമിനലിന് ഇടയ്ക്ക് ഒരു ചെറിയ സ്പാർക്ക് ജനറേറ്റ് ഉണ്ട്. അത് ഹൈ വോൾട്ടേജ് സ്പാർക്കാണ് ഈ ജനറേറ്റ് ചെയ്യുന്നത്.
ഈ സ്പാർക്ക് നമ്മൾ നേരിട്ട് നമ്മുടെ പടക്കത്തിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ പടക്കത്തിൽ സ്പാർക്ക് കിട്ടുകയും അത് ബ്ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ. ഇനി നമുക്കിതിനെ എല്ലാം കൂടി ഒരു ഇൻക്ലൂഡ് ചെയ്തൊരു ബോക്സിലേക്ക് കണക്ട് ചെയ്ത് വെക്കാം. ഈ ബോക്സ് എന്ന് പറയുന്നത് പഴയൊരു മോഡത്തിൻ്റെ ബോക്സാണ്. ഇതിലേക്കാകുമ്പോൾ കാണാനും വൃത്തിയായിട്ടിരിക്കും. നമുക്ക് റിസപ്ഷന് വേണ്ടിയിട്ട് 2 ഏരിയയിലും അഡീഷണലി കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഈ ബോക്സിലാണ് ഞാൻ ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മുഴുവൻ എല്ലാ സർക്യൂട്ടുകളും എൻക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. വയർലെസ് ആയിട്ട് നമുക്ക് പടക്കം പൊട്ടിക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ള ഒരു സർക്യൂട്ടാണ് ഈ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. അതിൻ്റെ ആ എക്സ്റ്റൻഷനായിട്ട് വന്നിരിക്കുന്ന ഇതിനിടയ്ക്കായിട്ടാണ് നമ്മൾ പടക്കം വെക്കുക. എന്നിട്ട് നമ്മൾ റിമോട്ട് വെച്ചിട്ട് ഓണാക്കി കഴിയുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു സ്പാർക്ക് ജനറേറ്റ് ചെയ്യുകയും ആ സ്പാർക്ക് പടക്കത്തിൽ വരികയും അത് ബ്ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് നമ്മുടെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഇവിടെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും സ്പാർക്ക് ജനറേറ്റ് ചെയ്യുന്ന കാണാൻ സാധിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഈ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പ് മാക്സിമം ക്ലോസ് ചെയ്ത് വെച്ചാൽ ഇതുപോലെ സ്പാർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ജനറേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കൊരു തീ കത്തിക്കുന്ന ഒരു ലാമ്പ് കത്തിക്കുന്ന അതേ എഫക്റ്റ് ഇവിടെ നമുക്ക് കിട്ടും. കണ്ടോ, നിങ്ങൾ നോക്കിയാൽ കാണാം. ഓക്കെ, ഈ സ്പാർക്കിൽ നമുക്ക് പടക്കം കത്തിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ സർക്യൂട്ട് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് നേരെ ഒരു പടക്കത്തിലേക്കോ ഒരു പേപ്പറിലേക്കോ ഒന്ന് കത്തിച്ച് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വർക്കിംഗ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കത്തുന്നത്. ഓക്കെ, നമുക്കപ്പോൾ പ്രാക്ടിക്കലി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ലൈറ്റർ കത്തുന്നിടത്തായിട്ട് ഞാനൊരു പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വയർലെസ് റിമോട്ട് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കത്തിച്ച് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ വർക്ക് സക്സസ് ആയിട്ടുണ്ട്. ഇനി ഈ തീ കത്തുന്നിടത്തായിട്ട് നമ്മളൊരു പടക്കം എടുത്തിട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിക്കോളും. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ വിഷു ദിന ആശംസകൾ.